വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അമൽനാഥ് ചേരുന്നു. അമൽ, ഈ ഇന്ധന സെസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട നികുതി വർധനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉള്ള വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നു. കേന്ദ്രത്തിന്റെ തെറ്റായ സംസ്ഥാനത്തോടുള്ള നിലപാടുകളാണ് ഇത്തരത്തിൽ വലിയ ഒരു ഞെരുക്കത്തിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വാർഷിക വായ്പാ പരിധി കേന്ദ്രം വല്ലാതെ കണ്ട് കുറച്ചിരിക്കുന്നു. ഇത് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന നിലയിലേക്ക് സംസ്ഥാനത്തെ മാറ്റുന്ന സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ പോലെ മദ്യത്തിനും അതുപോലെ തന്നെ മറ്റ് ഇന്ധനത്തിനും അടക്കം സംസ്ഥാനത്തിന് കൂട്ടാൻ കഴിയുന്ന മേഖലകളിൽ ചെറിയ തരത്തിൽ നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ ബി ജെ പിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും വലിയ വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? കമലേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെയും ഒപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ അതായത് UDF-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളെയൊക്കെ കുറിച്ചായിരുന്നു. അതായത് ഇപ്പോൾ കേരളത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-യും ഒപ്പം തന്നെ UDF-ഉം പെട്രോൾ ഡീസൽ വില നിർണയാധികാരം കുത്തകകൾക്ക് എഴുതി നൽകിയവരാണ് എന്ന വലിയൊരു വിമർശനമായിരുന്നു മുഖ്യമന്ത്രി ഇവർക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നത്. എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അധികാരം UDF-ഉം BJP-യും നൽകിയിട്ടുണ്ട്. അതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ, അതായത് ഉദാഹരണ സഹിതം തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആ കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം മന്ത്രി ജയ്പാൽ റെഡ്ഡി പ്രകൃതിവാതകത്തിന്റെ വില വർദ്ധിപ്പിക്കണം എന്ന റിലയൻസിന്റെ ആവശ്യം തള്ളിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ആ മന്ത്രിസ്ഥാനത്ത് നിന്നും എടുത്തു മാറ്റിയിരുന്നു. ആ ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്, ആ ഒരു നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് കേരള സർക്കാർ ബജറ്റിൽ നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ നികുതി വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാരണങ്ങളെ കുറിച്ചും സഭയിൽ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വെളിപ്പെടുത്താൻ വേണ്ടി കേരള സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്ന ഉത്തമമായ ഒരു വിശ്വാസവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഒരു പകപോക്കലിന്റെ ഭാഗമായാണ് കേരള സർക്കാരിന് ഈ നികുതി പെട്രോളിന്റെയും ഡീസലിലും നികുതി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരള സർക്കാരിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു നിലപാടിനെ, അതായത് കേരളത്തിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങൾക്ക് കുടപിടിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ UDF, അതായത് പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് എന്ന രീതിയിലുള്ള ആക്ഷേപവും അദ്ദേഹം ഉയർത്തുകയുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമരത്തെ കേരളത്തിലെ ജനങ്ങൾ മുഖവിലേക്ക് എടുത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്തെ ധനസ്ഥിതിയെ കുറിച്ച് തെറ്റായ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞു പരത്തുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. കേരളം ഒപ്പം തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള ധൂർത്താണ് നടക്കുന്നത്. ഇന്ന് സഭയിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രതിപക്ഷം നിയമസഭയ്ക്ക് പുറത്തു വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രധാനമായും ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ മന്ത്രിമാർ കേരളത്തിൽ ഭരിക്കുകയല്ല, പകരം അവിടെ ഇരുന്ന് കുതിക്കുകയാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെറും വിമർശനങ്ങൾ മാത്രമാണ്. ഇതിലെ സത്യാവസ്ഥ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തികഞ്ഞ ഒരു ആത്മവിശ്വാസം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രകടമായിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക വർഷത്തിലുണ്ടായ ആഭ്യന്തര വരുമാനത്തിന്റെ, അതായത് ശതമാനത്തിലെ കടം ഓരോ വർഷം കഴിയും തോറും കുറയുകയാണ് എന്ന വ്യക്തമായ രീതിയിലുള്ള കണക്കുകളും അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയുണ്ടായിരുന്നു. അതായത് 2020-21 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര വരുമാനത്തിന്റെ 38.51% കടമുണ്ടായിരുന്നത്. അത് അടുത്ത വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ 2021-22 സാമ്പത്തിക വർഷത്തിലേക്ക് നീങ്ങുമ്പോൾ ആ കടം 37.01 എന്ന ശതമാനത്തിലേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 1.5% കുറവാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് 2022-23 വർഷത്തിലേക്ക് പോകുമ്പോൾ അത് 36.38 എന്ന രീതിയിലേക്കും കുറയുകയുണ്ടായിരുന്നു. അത് സംസ്ഥാനത്തിലെ കടം വർഷം തോറും കുറഞ്ഞു വരികയാണ് എന്ന് അദ്ദേഹത്തിന് ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി സാധിച്ചു.
ഒപ്പം തന്നെ ഇവിടെ കേരളത്തിലൊരു സാമ്പത്തിക തളർച്ച ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 വർഷം, അതായത് കോവിഡിന്റെ ആ ഒരു സാഹചര്യമായിരുന്നു. ആ കോവിഡിന്റെ സാഹചര്യം കേരളത്തെ പിടിച്ചു കുലുക്കി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായിരുന്നു. അത് ആഗോളതലത്തിൽ, അതായത് എല്ലാ രാജ്യങ്ങളിലും അടക്കം ഈ കോവിഡ് എന്ന മഹാമാരി വലിയ രീതിയിലുള്ള സാമ്പത്തിക തളർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു മഹാമാരിയെ ഒരിക്കലും ഒരു സർക്കാരിനും നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതിനാൽ തന്നെയാണ് ഒരു സാമ്പത്തിക തളർച്ച കേരളത്തെ ബാധിച്ചിട്ടുണ്ടായിരുന്നത്. അസാധാരണമായ സാമ്പത്തിക ഒരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് കാലത്ത് സർക്കാർ എടുത്ത വായ്പ ഒരു അപരാധമായാണ് ഇപ്പോഴും കോൺഗ്രസ് കാണുന്നത്. എന്നാൽ അതൊരു ആവശ്യമായിരുന്നു എന്ന് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. അപ്പം തന്നെ പ്രധാനമായും കേരള സർക്കാർ തുക ഉപയോഗിച്ചിട്ടുള്ള വികസന പദ്ധതികൾക്ക്, അതായത് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, ജലസേചനം തുടങ്ങിയ മേഖലകളിലേക്കായിരുന്നു പ്രധാനമായും കേരള സർക്കാർ തുക ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വികസനങ്ങളെയൊക്കെ ഒരു ദൂർത്തായി മാത്രമാണ് കേരളത്തിന്റെ പ്രതിപക്ഷം ഇപ്പോൾ കാണുന്നത്. അങ്ങനെയുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്കിടയിലും ഒരു ആശ്വാസ ബജറ്റ് തന്നെയാണ് കേരള സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചത് എന്ന് അദ്ദേഹത്തിന് ഉറച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് ഈ ഒരു സെസ് വർധനവിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത്. പെട്രോളിനും ഒപ്പം തന്നെ ഡീസലിനും വില വർധനവിന് എതിരെ പ്രതിഷേധിച്ചിരുന്നവരായിരുന്നു LDF എന്നൊരു ചോദ്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉയരുകയുണ്ടായിരുന്നു. അതിന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പിണറായി വിജയന് മറുപടി നൽകാൻ സാധിച്ചു. അതായത് കേരളത്തിൽ ഈ ഒരു പെട്രോളിനും ഡീസലിനുമുള്ള സെസ് വർധനവ് ഒരിക്കൽ മാത്രമാണ് നടക്കുന്നത്. എന്നാൽ കേന്ദ്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്, കേന്ദ്രം ഓരോ ദിവസം കൂടുന്തോറും ചെറിയ ഒരു തുക വെച്ച് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ കേരളം ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ ഒരു വില വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് വലിയൊരു അപരാധമായി കാണേണ്ടതില്ല എന്നൊരു മറുപടിയായിരുന്നു ആ ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും കേന്ദ്രത്തിന്റെ ഈ ഒരു നിലപാട് മൂലമാണ് കേരള സർക്കാരിന് ഇങ്ങനെയൊരു വില വർധനവ് അല്ലെങ്കിൽ നികുതി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ ഒരു നയത്തിനെ എതിർക്കാൻ ഇന്നും UDF ഭയക്കുകയാണ്. അവർക്ക് കുടപിടിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കേരള സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഒരു പക്ഷേ ഈ നികുതി കുറയ്ക്കുമെന്ന രീതിയിലുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിലും നികുതി കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ ഇന്ധന സെസ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. 1 രൂപ കുറയ്ക്കുമോ എന്നുള്ള തരത്തിൽ ചില ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, ഇത്തരത്തിൽ 1 രൂപ ഇന്ധന സെസ് കുറയ്ക്കും സർക്കാർ എന്ന ഒരു വാർത്ത ഉണ്ടാക്കിയത് ചില മാധ്യമങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ പറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് കേട്ട ഉടനെ എന്നാൽ പിന്നെ ആ 1 രൂപ കുറയ്ക്കുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ എന്ന് കരുതി പ്രതിപക്ഷം സമരവുമായി രംഗത്തിറങ്ങുകയായിരുന്നു, ഈ 1 രൂപ കുറച്ചേക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അത്തരത്തിൽ 1 രൂപയും കുറയ്ക്കുന്നില്ല, 2 രൂപയായി തന്നെ ഇന്ധന സെസ് തുടരും എന്നുകൂടിയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്? തീർച്ചയായും ഈ ഒരു ചോദ്യത്തിന് വളരെ ഒരു രസകരമായ ഒരു മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മാധ്യമങ്ങളാണ് ഇങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നത്, അതായത് 1 രൂപ കുറക്കുമെന്ന് വാർത്ത കൊണ്ടുവന്നത്. ഈ ഒരു വാർത്തയിൽ പ്രതിപക്ഷം വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു. മാധ്യമങ്ങളെ വിശ്വസിച്ച് പ്രതിപക്ഷം ഈ 1 രൂപ കുറക്കും എന്നൊരു വിശ്വാസത്തിൽ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഒരു രീതിയിൽ തന്നെ ഒരു കുറവും നികുതിയിൽ ഉണ്ടായിട്ടില്ല. തീരുമാനത്തോട് LDFന്റെ, അതായത് സർക്കാരിന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമലേഷ്, വ്യക്തമാണ് അമൽനാഥ്.